നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ജപ്പാൻ ബ്രസീലിനെ നേരിടുകയാണല്ലോ. റൗണ്ട് ഓഫ് 32 പോരാട്ടം രാത്രി ഇന്ത്യൻ സമയം 10:30 നല്ല രൂപത്തിലുള്ള വെല്ലുവിളികൾ ജപ്പാൻ്റെ കോച്ചും താരങ്ങളും ഒക്കെ ബ്രസീലിന് നേരെ നടത്തുന്ന ഒരു കാഴ്ച. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ബ്രസീലിനെയൊക്കെ ജപ്പാൻ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ബ്രസീൽ നല്ല രൂപത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, ജപ്പാൻ മികച്ച രൂപത്തിൽ ഇവോൾവ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ അവർ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിക്കൊത്തൊരു പ്രകടനം ഇന്ന് കളിക്കളത്തിലുണ്ടാകുമോ? അതിനുള്ള ടീമുണ്ടോ? ബ്രസീലിനെ വെല്ലുവിളിക്കാനുള്ള ടീമുണ്ടോ ജപ്പാന്? നമ്മൾ അവരുടെ ശക്തി ദൗർബല്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. നമുക്ക് അവരുടെ ടീമിൻ്റെ നിലവാരത്തിൻ്റെ ക്രൈറ്റീരിയ നമുക്ക് ഒഫീഷ്യലി എടുക്കാൻ പറ്റുന്ന ഫിഫ റാങ്കിങ്ങിലാണ്. വേൾഡ് കപ്പിന് മുമ്പ് 18ാം റാങ്കിലാണ് അവരുണ്ടായിരുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഈ സമയത്ത് അവരൊരു റാങ്ക് മെച്ചപ്പെടുത്തി ഫിഫ റാങ്കിങ്ങിൽ 17ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ബ്രസീൽ വേൾഡ് കപ്പിന് മുമ്പ് 6ാം റാങ്കിലായിരുന്നു. ഇപ്പോൾ ഒരു റാങ്ക് മെച്ചപ്പെടുത്തി 5ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ച് ഹാജിമെ മൊഴിയാസു ആണ്. എന്തായാലും 2018 വേൾഡ് കപ്പിന് അക്കിഴ നിഷിൻഡോയുടെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടാണ് ഹാജിമെ മൊഴിയാസു 2018 വേൾഡ് കപ്പിൻ്റെ സമയത്ത് ജപ്പാനീസ് ടീമിനോടൊപ്പം ചേരുന്നത്. അതിനുശേഷം വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് മാറി. സിൻസ് ദെൻ ഒരു എക്സലൻ്റ് ജോബാണ് അദ്ദേഹം ജപ്പാൻ്റെ കോച്ച് എന്ന രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കേണ്ട കാര്യം, ഗ്രൂപ്പ് എഫിൽ ജപ്പാൻ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ആദ്യം അവർ ഈ നെതർലൻഡ്സിനോട് സമനില, അതിനുശേഷം അടുത്ത മത്സരങ്ങളിൽ വിജയങ്ങൾ സ്വന്തമാക്കുന്നു. അങ്ങനെയാണ് അവർ മുന്നോട്ടേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 3 കളി 1 വിജയം 2 സമനില, 5 പോയിൻറ്റും കൊണ്ടാണ് ജപ്പാൻ കയറി വന്നത്. ഗ്രൂപ്പ് എഫിൽ 2ാം സ്ഥാനത്തായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ. അവരുടെ ഒരു ജയം എന്ന് പറഞ്ഞാൽ അത് ടുണീഷ്യക്കെതിരെയാണ്. സ്വീഡനെതിരെയുള്ള അവരുടെ മത്സരത്തിൽ സമനിലയാണ് യഥാർത്ഥത്തിൽ ജപ്പാനിൽ ലഭിച്ചത്, 1-1 സമനില. അപ്പോൾ സ്വീഡനെ പോലും വീഴ്ത്തിയിട്ടില്ലാത്തൊരു ടീമാണ് ബ്രസീലിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങ് നമുക്ക് അവരെ കൊച്ചാക്കാനും പറ്റില്ല. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് മുമ്പുള്ളവരുടെ പ്രകടനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിനെ ഒക്ടോബറിൽ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർച്ച് മാസത്തിൽ നടന്ന അന്താരാഷ്ട്ര ഫ്രണ്ട്ലി മത്സരത്തിൽ ജപ്പാൻ വളരെ കൃത്യമായിട്ട് ഇംഗ്ലണ്ടിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നെതർലൻഡ്സിനോട് 2-2 സമനില പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ടാകണം. അതിൻ്റെ ബലത്തിലാണ് ഈ വെല്ലുവിളി വരുന്നത്. ജപ്പാൻ ടീമിനെ നമ്മൾ മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കിയാൽ 26 താരങ്ങൾ, അവരുടെ സ്ക്വാഡിലെ 26 താരങ്ങളിൽ 23 താരങ്ങളും യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുന്നവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി 3 താരങ്ങളിൽ റിസർവ് ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ വെറ്ററൻ ഫുൾ ബാക്ക് യൂട്ടോ നഗറ്റോമോയുമുണ്ട്. 39 വയസ്സാണ് യൂട്ടോ നഗറ്റോമോക്ക്. ഇപ്പം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ജയിക്കുക എന്നുള്ളതാണ്. ഫോർ ഷുവർ ഞങ്ങൾക്ക് ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാനുള്ള അവസരമാണിത്. ഓഫ് കോഴ്സ് അത് എളുപ്പമല്ല. പക്ഷേ ഒരേ ഒരു ലക്ഷ്യം, അത് വിജയിക്കുക, അതിനുവേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് സിയോൺ സുസൂക്കിയാണ്. അതാരാന്നറിയോ? പാർമയുടെ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പറാണ്. അദ്ദേഹമാണ് ജപ്പാൻ്റെ ഗോൾ കീപ്പർ. ഇന്നലെ കാർലോ ആഞ്ചലോട്ടി ഈ താരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു, ജപ്പാനിലെ ഒരു താരത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് സിയോൺ സുസൂക്കിയാണെന്നാണ്. അതിൻ്റെ കാരണം പാർമയുടെ ഗോളിയായതുകൊണ്ടാണ്. ആഞ്ചലോട്ടിയും പാർമയും തമ്മിലുള്ള ആ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ റീജിയനിലൊക്കെ വളരെ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കളിക്കാരനാണ് സിയോൺ സുസൂക്കി എന്നുകൂടി കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ മികച്ച ഗോൾ കീപ്പിംഗ് ഉണ്ട് അവർക്കെന്നർത്ഥം. ഇനി നോക്കണം, ഡിഫൻഡേഴ്സ് ആണെങ്കിലോ ഒരു 5 ഡിഫൻഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഇറങ്ങാനുള്ളൊരു സാധ്യത നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നുണ്ട്. ജപ്പാൻ ആ രൂപത്തിൽ ബ്രസീലിനെ പിടിക്കുക, അതായത് 3 പേര് സെൻട്രൽ ബാക്കുമാരായിട്ടും 2 പേര് ഇരു പാർശ്വങ്ങളിലായിട്ട് കയറി പോകുന്ന തരത്തിൽ, അങ്ങനെ 2 വിങ് ബാക്കുമാരും 3 സെൻട്രൽ ബാക്കുമാരും. ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ആണെങ്കിൽ
പ്രധാനമായിട്ടുള്ള ആൾ ഹിറോക്കി ഇറ്റോ, ബയൺ മ്യൂണിക്കിൻ്റെ സെൻറ്റർ ബാക്ക്. ഒപ്പം തന്നെ ഇറ്റാക്കുഴയും സെക്കോയും ഇറങ്ങുക. ഇതാണ് അവരുടെ അവർ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും സെൻറ്റർ ബാക്കൊക്കെ ആയിട്ട് എറേ ഡിവിസിയിൽ അയാക്സിന് വേണ്ടി കളിക്കുന്നയാളാണ് കോ ഇറ്റാക്കുഴ. അതോടൊപ്പം തന്നെ സെക്കോയുടെ കാര്യത്തിൽ അയൂമു സെക്കോ, അദ്ദേഹം ലീഗ് 1 കളിക്കുന്നയാളാണ്, ലേ ഹവറയ്ക്ക് വേണ്ടി കളിക്കുന്നയാളാണ്. ചുരുക്കത്തിൽ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ അനുഭവ സമ്പത്തുള്ള ഒരു ഡിഫൻസീവ് ലൈനും കൊണ്ട് അവർ വരും. നക്കാമുഴയും അതുപോലെ സുഗാവഴയും ഇരു പാർശ്വങ്ങളിലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡിഫൻസ് അവർ ബലവത്താക്കും. അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡിയാച്ചി കമാഡയുണ്ട്, ക്രിസ്റ്റൽ പാലസിൻ്റെ കമാഡ. അദ്ദേഹമാണ് മെയിൻ ത്രെട്ട്, ബ്രസീലിനൊരു മെയിൻ ത്രെട്ട് ആവാനുള്ള സാധ്യത ഡിയാച്ചി കമാഡയാണ്. അതോടൊപ്പം തന്നെ ഔട്ടനാക്കയുണ്ട്, ലീഡ്സ് യുണൈറ്റഡിൻ്റെ ഔട്ടനാക്ക. സോ ഇംഗ്ലീഷ് ഫുട്ബോളിലെ അനുഭവ സമ്പത്തുള്ള മധ്യനിര താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു ബ്രസീലിനെ വെല്ലുവിളി ഉയർത്തും. മുന്നേറ്റവും മികച്ചതാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് റിറ്റ്സു ഡോയനുണ്ട്, ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ താരമാണ്. അയാസു ഏതയുണ്ട്, ഫെനൂർദിൻ്റെ താരമാണ്. അങ്ങനെ നോക്കുമ്പോൾ മികച്ച ഒരു മുന്നേറ്റ നിര അവർക്കുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ടക്കേഫുസോ കുബയിലെ ശരി, എന്നാൽ ഡെയ്സൺ മയേദയുണ്ട്. അദ്ദേഹമാണെങ്കിൽ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിൽ സെൽറ്റിക്കിന് വേണ്ടി കളിക്കുന്ന താരമാണ്. സോ ടക്കേഫുസോ കുബോക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ, അദ്ദേഹം ഇന്നത്തെ കളിക്ക് ഫിറ്റാവില്ല, അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാവില്ല. പക്ഷേ നോക്കുമ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ നല്ല ക്ലബ്ബുകൾക്ക് കളിക്കുന്നവരും ഒരല്പം താഴെ രണ്ടാം നിര ക്ലബ്ബുകൾക്ക് കളിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള താരങ്ങളെയും കൊണ്ടാണ് ജപ്പാൻ വരുന്നത്. ബ്രസീലിനോട് മുട്ടി നിൽക്കാം, വെല്ലുവിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പോരാട്ടം നടത്താനുള്ള കപ്പാസിറ്റി അവരുടെ ടീമിനുണ്ട്. ഇപ്പം പരിക്ക് പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ടക്കൂമി മിനാമിനോ, മൊണോക്കോയുടെ താരമാണല്ലോ ഇപ്പോൾ, നേരത്തെ ലിവർപൂളിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർഡോ മിറ്റോമ, ബ്രൈറ്റൻ്റെ താരം. ഈ താരങ്ങളൊക്കെ കൂടി വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് മികച്ചൊരു ത്രെട്ടാക്കിയിട്ട് ബ്രസീലിന് മേലെ വെക്കാമായിരുന്നു. സോ മോശമല്ല ടീം എന്നർത്ഥം. എന്നാൽ ഇത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടീമാണ് ജപ്പാൻ എന്നല്ല പറഞ്ഞു വരുന്നത്. അവർക്ക് ദൗർബല്യങ്ങളുണ്ട്. ദൗർബല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 5 താരങ്ങൾ വെച്ച് ഡിഫെൻസീവ്ലി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ടീം. പക്ഷെ അവരുടെ ഫ്ലാങ്കുകൾ അത്രയധികം ഒരു ഹയസ്റ്റ് ലെവലിലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം പുവർ ഡിഫെൻസീവ് റിക്കവറി, വിംഗേഴ്സിൻ്റെ പുവർ ഡിഫെൻസീവ് റിക്കവറി അവർക്കൊരു തിരിച്ചടിയാണ്. അത് ബ്രസീലിയൻ താരങ്ങൾക്ക് വിങ്ങിലൂടെ കടന്ന് കയറാനുള്ളൊരു അവസരം കൊടുക്കും. വിനി ജൂനിയറും റയാനും ഇടിച്ചു കുത്തി അങ്ങ് കയറിയാൽ അവരുടെ ഡിഫൻസ് പൊളിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ അവിടെയുണ്ട്. അതുപോലെ തന്നെ ബിൽഡപ്പ് പ്ലേ, പൊസഷൻ, അത് ഫ്രം ഇൻസൈഡ്, അത് പ്രധാനമായിട്ടും ഒരു കമേഡയെ ഒരു അണിക്കല്ലാക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കമേഡയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രസീലിൻ്റെ ഹൈ പ്രസ്സിങ് ഗെയിമിൽ ഇപ്പോൾ ലൂക്കാസ് പക്വറ്റ, ബ്രൂണോ ഗുയിമാറസ് എന്നുള്ളവർ നല്ല രൂപത്തിൽ ലിങ്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മധ്യനിരയിൽ ബ്രസീലിന് കളി പിടിക്കാവുന്നതേ ഉള്ളൂ. കാസമിറോ കൂടി ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ജപ്പാൻ്റെ മുന്നേറ്റങ്ങൾക്കുള്ള ശ്രമം മുളയിലെ നുള്ളാനും പറ്റും. അങ്ങനെ നോക്കുമ്പോൾ വളരെ ക്രൂഷ്യലാണ് മധ്യനിരയിലെ ബാറ്റിൽ. അതിൽ ബ്രസീലിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മെൻറ്റാലിറ്റിയിൽ നല്ല ചേഞ്ച് ഉണ്ട്. അവർ ബ്രസീലിനെ നേരിടും, ബ്രസീലിനെ തോൽപ്പിക്കും എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷേ ടീം ലാക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ എക്സ്പീരിയൻസ്, ഹയസ്റ്റ് കോമ്പറ്റീറ്റീവ് ലെവലിൽ ദേ ആർ ലാക്കിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ജാപ്പാനീസ് ഒരിക്കൽ പോലും റൗണ്ട് ഓഫ് 16 അപ്പുറത്തേക്ക് വേൾഡ് കപ്പിൽ പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബ്രസീലിനെ പോലെയുള്ളൊരു മച്ച് സ്ട്രോങ്ങർ എതിരാളികൾക്കെതിരെ തീർച്ചയായിട്ടും അവർക്കിതൊരു നെഗറ്റീവ് ഫാക്ടർ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ജാപ്പാനീസ് ടീം ബ്രസീലിനെതിരെ പുറത്തെടുത്തേക്കും. പക്ഷേ ശക്തിക്കൊപ്പം ഒരുപാട് ദൗർബല്യങ്ങളുള്ള ആ ടീമിനെ കാർലോ അഞ്ചലോട്ടി ശരിക്കും പഠിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, എതിരാളികളുടെ ക്വാളിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ അവരെന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആ മൈൻഡ് ഗെയിം അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നാ കോച്ച് പറഞ്ഞു. മറിച്ച് അവരെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് അവരെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അവരുടെ ക്വാളിറ്റി എന്തെന്ന് വിലയിരുത്തി അങ്ങനെയാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് നല്ലൊരു പോരാട്ടം നടത്തും, എൻ്റെ ടീമിന് ജയിക്കാൻ പറ്റുമെന്ന് കോച്ച് പറയുന്നുണ്ടല്ലോ, അത് വെറുതെ അല്ല. അപ്പോൾ ജപ്പാൻ്റെ ദൗർബല്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ പറയുന്നത്. ദൗർബല്യങ്ങളും
ശക്തിയേക്കാൾ ഉപരി ബ്രസീലിന് മുതലെടുക്കാവുന്ന ദൗർബല്യങ്ങൾ അവരുടെ നിരയിലുണ്ട്. സോ പിന്നെയെന്ന് പറഞ്ഞാൽ അവരൊരു ആവേശത്തിൽ ആഞ്ഞടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയേക്കും. ബട്ട് അപ്പർ ഹാൻഡ് ഒരു എഡ്ജ് ബ്രസീലിന് തന്നെയാണ്. നിങ്ങൾ ആ ഫ്രണ്ട്ലി മത്സരം വെച്ച് ബ്രസീലിനെ വിലയിരുത്താൻ നിൽക്കേണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.